ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ലൈവ് വെബിനാർ ഇന്നലായിരുന്നു. ഇപ്പോൾ ഈ വെബിനാറിൽ മാറിയ സിലബസ് എത്രയും വേഗം എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലേണിംഗ് കർവ് കുറയ്ക്കാം, ചുരുങ്ങിയ സമയത്തിൽ എങ്ങനെ ഒരു സ്മാർട്ട് സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒപ്പം സിലബസിലെ സബ്ജക്റ്റുകൾ ഏതൊരു ഓർഡറിലാണ് നിങ്ങൾ ആദ്യമേ പഠിച്ചു തുടങ്ങേണ്ടത്, ഏതൊക്കെ ഡെപ്ത് വരെ നിങ്ങൾ പോകണം, ഒപ്പം PSCയുടെ പാറ്റേൺ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പരിശീലിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ ഇരുന്ന് പഠിക്കുന്നവരായിക്കോട്ടെ, ആദ്യമേ നമുക്ക് വേണ്ട ഒരു സോളിഡ് പ്ലാൻ ആണ്. ബിക്കോസ് ഓൺലി 85 ഡേയ്സ് ആണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ 85 ഡേയ്സ് എല്ലാവർക്കും ഒരേപോലെയാണ്, കാരണം സിലബസ് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സിലബസ് എത്രയും വേഗം നിങ്ങൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉള്ള പാടായിട്ടുള്ള ഏരിയാസ് നിങ്ങൾ എങ്ങനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ആര് എക്സാമിൽ പോകുന്നോ അവർക്കായിരിക്കും ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ഗൈഡൻസ് നൽകുന്ന ഒരു വെബിനാർ ആയിരുന്നു ഇന്നലെ. ഇപ്പോൾ സാറ്റർഡേ ആയിരുന്നു ഇതിന്റെ സിലബസ് വന്നത്. വളരെ ഷോർട്ട് നോട്ടീസ് ടൈമിലാണ് നമ്മൾ ഈ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നമുക്ക് നോട്ടിഫൈ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. രാവിലെ അധികം കുറേ കോൾസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാക്കൽറ്റീസിനൊക്കെ, ആ വെബിനാറിന്റെ ലിങ്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് നമ്മുടെ വെബിനാർ യൂട്യൂബിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം അത് മിസ്സായവർക്ക് ആ ലിങ്ക് കമന്റ് ബോക്സിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഉറപ്പായും നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമ്പൈൻ സ്റ്റഡിയിലൂടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ വേറെ കോച്ചിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്നാണ് പഠിക്കുന്നത്, ഉറപ്പായും ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ഇപ്പോൾ ആ വെബിനാർ എന്തായാലും ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നന്നായിട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ 80 ഡേയ്സ് അടങ്ങുന്ന ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ഇന്റൻസീവ് ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിലബസിലെ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇനിയുള്ള ചുരുങ്ങിയ സമയം നിങ്ങൾ സ്വന്തമായി ഇരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സമയം നിങ്ങൾക്ക് പോകും. കാരണം സിലബസ് നോക്കണം, പുസ്തകങ്ങളും മെറ്റീരിയൽസും സംഘടിപ്പിക്കണം, അത് വായിക്കണം, PSCയുടെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന് റിവൈസ് ചെയ്യാനും എക്സാംസ് എഴുതാനും ഒക്കെ വളരെ പാടായിരിക്കും. ഇപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ഫാക്കൽറ്റീസും നമ്മുടെ എക്സ്പേർട്ട് പാനലിലെ ആളുകൾ നിങ്ങൾക്ക് ഈ പോർഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങളെ ഫെമിലിയർ ആക്കുന്നതായിരിക്കും. ഇപ്പോൾ ലൈവ് ക്ലാസ്സുകൾ കയറുക, പോർഷൻസുമായിട്ട് നന്നായിട്ട് ഫെമിലിയർ ആകുക, ബാക്കിയുള്ള സമയങ്ങൾ സ്വന്തമായി ഇരുന്ന് റിവിഷനും കൂടുതൽ ക്വസ്റ്റ്യൻസും ചെയ്യുക. ഇപ്പോൾ ആ ഒരു ഓർഡറിലാണ് നമ്മുടെ ഒരു പഠന രീതി നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾ അതായിരിക്കും നമ്മൾ ആദ്യമേ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവർക്കും മാത്സിൽ ഒരു ഗ്രിപ്പ് കാണണമെന്നില്ല. 4, 5, 6, 7 വർഷം മുമ്പായിരിക്കും ഓരോരുത്തർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ അവർക്ക് മാത്സിന്റെ ഫണ്ടമെന്റൽസ് എല്ലാം മിസ്സായേക്കാം. അപ്പോൾ വളരെ ക്രിസ്പ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. സാധാ നമ്മളൊരു ബിടെക് കരിക്കുലത്തിന് മാത്സ് പഠിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. കാരണം ഇവിടെ ഉള്ള എല്ലാം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ PSCയുടെ നല്ല പാറ്റേൺ അറിയാവുന്ന ആളുകൾ നയിക്കുന്ന ക്ലാസ്സുകളായതുകൊണ്ട് നമ്മൾ ഏതൊക്കെ ഡെപ്തിലാണ് പോകേണ്ടത്, ഏതൊക്കെ പാറ്റേൺ ഉള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അത് മാത്രം മനസ്സിലാക്കി നിങ്ങളുടെ പഠന രീതി അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എക്സാം നല്ല മാർക്കുകൾ മേടിക്കാനുള്ള ഒരു ചാൻസസ് കൂടും. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ എക്സ്പേർട്ടുകൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. സാറ്റർഡേ സൺഡേസിൽ ആയിരിക്കും നമ്മുടെ കൂടുതലും ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുക. ഇവിടെ ഒരു 60 ഡേയ്സിനുള്ളിൽ പോർഷൻസ് എല്ലാം ലൈവായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിവിഷനുള്ള ടൈം തരിക. അതിനുശേഷം 2 സെറ്റ്സ് ആയിട്ട് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ ഈ എക്സാമിന് ചുരുങ്ങിയ സമയത്ത് പുതിയ സിലബസിനെ അഡാപ്റ്റ് ചെയ്ത് അവരെ ക്ലാസ് റൂമുകളിലേക്ക്, പരീക്ഷാ ഹാളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കോഴ്സ് നമ്മൾ പുതിയ സിലബസ് ഫോളോ ചെയ്ത് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഇതിന്റെ ആദ്യ ക്ലാസ്. അപ്പോൾ ആദ്യ ക്ലാസ് കുറെ അധികം വിദ്യാർത്ഥികൾ നമ്മുടെ കോച്ചിങ് എടുക്കാത്തവരും എല്ലാം തന്നെ ഇത് ഡെമോ സെഷൻ ചോദിച്ച് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടില്ല, സ്റ്റിൽ ഇൻ കൺഫ്യൂഷൻ ആണ്, ഞാൻ പഠിച്ചെത്താൻ പറ്റുമോ, അത് എന്നെ കൊണ്ട് സാധിക്കുമോ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും എല്ലാവർക്കും പറ്റുന്ന ഒരു സിലബസ് ആണ്. മാത്സ് ടോപ്പിക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ 5 ടോപ്പിക്സേ ഉള്ളൂ. അതിൽ മെട്രിക്സും ന്യൂമറിക്കൽ മെത്തേഡ്സും പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അകത്തൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ബേസ് ഒന്നും വേണ്ട. ആ ടോപ്പിക്സ് ഒക്കെ അതിന്റെ അകത്ത് അടങ്ങുന്ന ഫോർമുലാസ് മാത്രം പഠിച്ചാൽ മതിയാവും. പിന്നെ ഡിഫറൻഷ്യൽ കാൽക്കുലേഷന്റെ അകത്ത് നമുക്ക് കുറച്ച് ഡിഫറൻസിയേഷന്റെ ഒരു ബേസ് വേണം. അത് നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് തയ്യാറെടുത്ത് നമുക്കത് ബിൽഡ് ചെയ്യാനുള്ള സമയം നമുക്കുണ്ട്. ഒപ്പം ഫിസിക്സ്, കെമിസ്ട്രി നോക്കുവാണെങ്കിൽ
വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ഒക്കെയാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ പാടായിട്ടുള്ള ടോപ്പിക്സ് ഒന്നും അല്ല. അതിന് ചിട്ടയായിട്ടുള്ള ഒരു പഠനവും നല്ല ഗൈഡൻസ് ഉണ്ടെങ്കിൽ ആ പോർഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. IO പോലുള്ളൊരു ഗ്ലാമർ പോസ്റ്റും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള സമയം നന്നായിട്ട് ചിട്ടപ്പെടുത്തുക. ഇപ്പോൾ IO പോലുള്ള ഒരു എക്സാമിന് നിങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഏണസ്റ്റ് അക്കാഡമി വിൽ ബി എ റൈറ്റ് പ്ലേസ്. കാരണം കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമുകളിൽ ITA മുതൽ MTech ക്വാളിഫിക്കേഷനുള്ള എക്സാമുകൾ നമ്മൾ നടത്തി വരികയാണ്. കഴിഞ്ഞ 1-2 വർഷം PSC നടത്തിയ എക്സാമുകളുടെ എല്ലാം ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റുകളിലെല്ലാം തന്നെ വിവിധ ബ്രാഞ്ചുകളിൽ ടോപ്പ് റാങ്കുകൾ ഏണസ്റ്റ് അക്കാഡമിക്ക് നേടാൻ സാധിച്ചു. ഒപ്പം റാങ്ക് ലിസ്റ്റിന്റെ നല്ലൊരു ശതമാനം സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമിയുടെയാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഓരോ എക്സാമുകളിലും ഏണസ്റ്റ് അക്കാഡമിയുടെ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിന്റെ മാത്രം ഫോട്ടോസ് ആണ്. ഇപ്പോൾ ഇതുപോലൊരു ടെസ്റ്റ് മണി നമുക്ക് നേടാൻ സാധിച്ചത് നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസ്, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമിയോടൊപ്പം ചേർന്ന് നിന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ഒപ്പം ഇവർക്ക് നല്ല സപ്പോർട്ട് നൽകിയ നമ്മുടെ ഫാക്കൽറ്റീസിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫോർട്ടുകളാണ്. ഇപ്പോൾ IO എക്സാമിന് താഴെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് മോഡൽ എക്സാംസും വീഡിയോസും എല്ലാം നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ IO എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.